പെരേരാ, ഹായ്. നടികർ സിനിമ കണ്ടു അല്ലേ? ഹായ്, നമസ്കാരം. അല്ല, ഒരു കാര്യം ചെയ്യട്ടെ, ഈ നടികർ സിനിമ കണ്ടിട്ടേ ഉം. നമ്മുടെ ടൊവിനോനെ പോലെ ഉള്ളൊരു ശൈലിയിലല്ല വന്നിരിക്കണത്. ആളെ കയറ്റി വെച്ച് എനിക്ക് അല്പം ചാടയൊക്കെ ഉണ്ട്. ജാടിയിടണോ? ആ സിനിമ മൊത്തം കണ്ടില്ലേ? അതിനകത്ത് അനുഭവം കണ്ടില്ലേ? അനുഭവം കണ്ടില്ലേ? ആ സിനിമയിലെ അനുഭവം എന്ന് പറഞ്ഞാ ഇപ്പൊ മലയാളത്തിലെ നടന്മാർക്ക് കിട്ടുന്ന അതേ അംഗീകാരം പ്രശസ്തിയാണ് ഇപ്പോ ആറട്ടെണ്ണാണെങ്കിലും എനിക്കും കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അത് സന്തോഷം ഉണ്ടെങ്കിൽ കൂടിയും ഇത് നമുക്ക് ആരോഗ്യമുള്ളിടത്തോളം കാലവും ഈ റിവ്യൂ ഉള്ളിടത്തോളം കാലം ഒക്കെ ഉണ്ടാവുള്ളൂ ഈ സംഭവങ്ങളൊക്കെ. മീഡിയ അറ്റൻഷൻ ഉള്ളിടത്തോളം കാലം പ്രശസ്തി നല്ലതല്ലേ? അത് പ്രശസ്തി എന്ന് പറഞ്ഞ പ്രശസ്തനാവണമെന്ന് ആഗ്രഹിച്ചും പലരും പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. ഒന്ന് സമൂഹത്തിന് മുമ്പിൽ ഒരു വ്യക്തിയെ കാണുമ്പോൾ അവരെ ഒന്ന് ഫോട്ടോ എടുക്കാൻ അല്ലെങ്കിൽ സംസാരിക്കാനും നമ്മളൊരു വ്യത്യസ്തനാണ് തോന്നാൻ വേണ്ടി ആൾക്കാർ പലതും ചെയ്യുന്നുണ്ട്. അതിൽ വ്യത്യസ്തനായിട്ട് ടൊവിനോന് ഫാൻസ് കൂടുതലാവുകൊണ്ട് എല്ലാവർക്കും ഫോട്ടോ എടുക്കാൻ പറ്റണമെന്നില്ല. ജൂനിയറിന്റെ പുതിയ സിനിമ എന്തായാലും നല്ലൊരു സിനിമയാണ്. കാരണം ആ സിനിമ തുടങ്ങുമ്പോ തന്നെ ഒരു വീഡിയോ കാണിക്കുന്നുണ്ട് പ്രേം നസീർ സാറിന്റെ. ശരിയാ. ആർക്കും ചാട പാടില്ല. സിനിമ ഇൻഡസ്ട്രിയില് എളിമ വേണം, എല്ലാരും ഒരേപോലെ ഭക്ഷണം കഴിക്കണം, ഒരേപോലെ ഉറങ്ങണം എന്നൊക്കെ പറയുന്നുണ്ട്. അത് പറയാൻ കാരണം പണ്ടത്തെ സിനിമകളിലെ സത്യൻ സാറാണെങ്കിലും നസീർ സാറാണെങ്കിലും ജയൻ സാറാണെങ്കിലും മധു സാറാണെങ്കിലും ലാലേട്ടനും മമ്മൂക്കായൊക്കെ ഉള്ള ഒരു ടൈമില് ഈ ആളുകളൊക്കെ കേറി വരുന്ന ടൈം നല്ല കാലം എന്ന് പറഞ്ഞാൽ കാരവാനൊക്കെ ഒന്നും ഇല്ലാത്തൊരു കാലമായിരുന്നു. ഒരാളെന്ന് പരിചയപ്പെടാൻ കാരവാനൊക്കെ ഉള്ളതുകൊണ്ട് ഇപ്പൊ ആൾക്കാർക്ക് സൗഹൃദം കുറവാണ്. പരിചയപ്പെടാൻ വേണ്ടി കേറി വരുമ്പോ എന്താ എല്ലാരും ഇരുത്തി ഫുഡെല്ലാം കഴിപ്പിച്ചിട്ടായിരുന്നു വിടുന്നത്. പക്ഷെ ഇന്ന് കാലം മാറി ഒരാളൊരു സിനിമയിൽ നടന്നു പോണ സീൻ ചെയ്താൽ മതി. ചേട്ടാ ഇന്ന പടത്തിലെ ആളല്ലേ എന്ന് പറഞ്ഞാൽ അതെ ഒരു ഫോട്ടോ വേണ്ട കോസ്റ്റ്യൂമിലാണ് എന്നൊക്കെ പറഞ്ഞ് വെയിറ്റ് കാണിക്കും. പക്ഷെ ദിലീപേട്ടൻ കാണിക്കൂല. പണ്ട് എപ്പോഴും മെഗാസ്റ്റാറും സൂപ്പർ സ്റ്റാറും ഒക്കെ ഉണ്ടെങ്കിൽ കൂടിയും വ്യത്യസ്തമാണ്. ഇപ്പൊ ഇന്ന് ജയറാമന്റെ കല്യാണത്തിന് പോയപ്പോഴും ദിലീപേട്ടൻ സെൽഫി എടുക്കാൻ വന്നപ്പോൾ ഓടി കെട്ടിപ്പിടിച്ച് സെൽഫി ഒക്കെ എടുത്തിരുന്നു. ഞാൻ പറഞ്ഞത് സിനിമ ഫീൽഡിൽ അങ്ങനെ കുറെ ആളുകളുണ്ട് ഈ സിനിമ. അത് തുറന്നു കാണിച്ചൊരു മൂവിയാണ് ലാൽ ജൂനിയർ. ഇതിലൂടെ അദ്ദേഹം തുറന്നു കാണിച്ചിരിക്കുകയാണ്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സിനിമയെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട്. ചില ആളുകളുടെ ഫോട്ടോ ചില വീട്ടിൽ ഒട്ടിച്ചു വെക്കും. ഇങ്ങനെ നടന്മാരെ പേര് പറയരുത്, പേര് പറയുന്നില്ല, ഇങ്ങനെ ഒട്ടിച്ചു വെച്ച് ദൈവത്തിനെ പോലെ പൂജിക്കും പലരും. അത് പേര് പറയില്ല, ഇങ്ങനെയൊക്കെ ഒട്ടിച്ചു. ഇവരെ നേരിട്ട് കാണുമ്പോ ഒരു ഹായ് കൊടുത്തില്ലെങ്കിൽ മനസ്സ് തകർന്നു പോണ പല ആളുകളെ കണ്ടിട്ടുണ്ട്. ഞാൻ പിന്നെ അത് മനസ്സിലാക്കിക്കൊണ്ട് തളരാറില്ല. എനിക്ക് സിനിമ എന്താണെന്നറിയാം, സിനിമക്കാരെന്താണെന്നറിയാം. എനിക്ക് വലിയൊരു ആഗ്രഹമാണ് മമ്മൂക്കാനെ കാണുന്നത്. മമ്മൂക്കാനെ കണ്ടു ആ സമയത്ത്. ഞാൻ കണ്ടിട്ടുണ്ടല്ലോ മമ്മൂക്കാനെ ഭീഷ്മപർവ്വതൻ ലൊക്കേഷനിൽ മമ്മൂക്കാനെ കണ്ട്. എനിക്കൊരു ഭാഗ്യം എന്ന് പറഞ്ഞാൽ എന്റെ ഒരു മിമിക്രിയുടെ ഷോക്കാർഡ് എന്റെ കയ്യിലുണ്ടായിരുന്നു. ആ മിമിക്രിയുടെ ഷോക്കാർഡ് മുകേഷ് ചേട്ടന് കൊടുത്തപ്പോൾ മുകേഷ് ചേട്ടൻ ഇത് നേരെ ആസ്വദിച്ചിട്ട് അദ്ദേഹത്തിന് കൊടുത്തപ്പോൾ എന്റെ അടുത്ത് ചോദിച്ചു ഇത് ഏത് ട്രൂപ്പാണ്, മിമിക്രി ആർട്ടിസ്റ്റ് അല്ലേന്ന് ചോദിച്ചു. അപ്പൊ എനിക്കതൊരു അവാർഡ് കിട്ടിയ പോലെ ആയിപ്പോയി. കാരണം അദ്ദേഹം എന്റെ അടുത്ത് കുറെ നേരം മിണ്ടിയത്. കാരണം അപ്പൊ നമുക്കത് മതി. കാരണം നമ്മളെ ഒരുപാട് ആരാധിക്കുന്ന ഇഷ്ടപ്പെടുന്ന ഒരു താരമാണ് മമ്മൂക്ക. എന്ന് പറഞ്ഞ പോലെ എല്ലാവരും സിനിമാ താരങ്ങള് ആയിക്കോട്ടെ, സിനിമാ താരങ്ങൾ ഒരുപാട് പേര് ആരാധിക്കുന്നുണ്ട്. ഷൂട്ടിംഗ് നടക്കുന്ന സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ അറിയാം, പ്രത്യേകിച്ച് ഗ്രാമങ്ങളിലൊക്കെ ആണെങ്കിലും. ഇപ്പൊ എറണാകുളത്ത് കുറഞ്ഞു തോന്നുന്നു. കാരണം ഷൂട്ടിംഗ് നടക്കണ്ടെങ്കിലും അത്ര എല്ലാവരും ജോബായിട്ട് പോവാണ്, ആരും മൈൻഡ് ചെയ്യുന്നില്ല. കാരണം അവരവരുടെ ജോലി. ഞാൻ അത്യാവശ്യം ലൊക്കേഷനിൽ പോകാറുണ്ട്, അഭിനയിക്കാറുണ്ട് ചില സിനിമയിൽ. എന്നാൽ ഈ സിനിമയിൽ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സിനിമയിൽ നടക്കുന്ന കാര്യങ്ങൾ തുറന്നിരിക്കുകയാണ്. ഒരു സിനിമക്കുള്ളിലെ സിനിമ, കഥ പറഞ്ഞു പോകുന്ന സിനിമയാണ് ടൊവിനോ തോമസിന്റെ നടികർ എന്ന സിനിമ. ഒരു സൂപ്പർ സ്റ്റാർ ഡേവിഡ് പണിക്കർ എന്ന കഥാപാത്രത്തെ എങ്ങനെ എത്രത്തോളം യൂട്ടിലൈസ് ചെയ്യാം, എത്രത്തോളം അഭിനയ പ്രാധാന്യത്തിലേക്ക് കൊണ്ടുവരാമെന്ന് ടൊവിനോ തോമസ് എന്ന കലാകാരന് കഴിഞ്ഞു എന്നാണ് സിനിമ കണ്ടപ്പോൾ പ്രേക്ഷകർ എന്ന നിലയിലും സോഷ്യൽ മീഡിയ റിവ്യൂവർ എന്ന നിലയിലും അലി ജോസ് എനിക്ക് മനസ്സിലാക്കാൻ ശ്രമിച്ചത്. കാരണം അത്രത്തോളം നല്ല രീതിയിൽ തന്നെ ടൊവിനോയും ആണെങ്കിലും ഭാവന ചേച്ചിയാണെങ്കിലും അഭിനയിച്ചിരുന്നു. തീർച്ചയായിട്ടും ഭാവന എന്ന നടി 3-4 പടം കഴിഞ്ഞ ദിവസങ്ങൾ ചെയ്തു. പക്ഷെ അതൊന്നും അത്ര ശോഭിച്ചില്ല. പക്ഷെ കഴിഞ്ഞ ദിവസം ഭാവന ചേച്ചി കഴിഞ്ഞ ദിവസം പ്രസ് മീറ്റ് വരെ നമ്മളെ പേര് പറയാണ്ട് തന്നെ പറഞ്ഞു. അതൊക്കെ നന്ദിയുണ്ട്. കാരണം നമ്മളെ പോലത്തെ ഒരു ആൾക്കാരെ എന്താ പറഞ്ഞത് ഭാവന ചേച്ചി പറഞ്ഞത് മറ്റേ നമ്മുടെ ഡാൻസ് കളിച്ച് റിവ്യൂ നിർത്തണമെങ്കിൽ ഏതെങ്കിലും നടി കമന്റ് ഇട്ടാൽ നിർത്തുമെന്നൊക്കെ പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് കൊടുത്തിരുന്നു. അപ്പൊ അതിന്റെ കമന്റ് ബോക്സിൽ എന്റെ പേര് ടൈപ്പും ചെയ്തിരുന്നു. ഭാവന ചേച്ചിനെ കാണുമ്പോൾ തീർച്ചയായിട്ടും അല്ലെന്ന് പറയാ ചേച്ചി, ഞാനാണ്
എളിയ കലാകാരൻ എന്ന് പറയും. ഞാൻ പണ്ട് പറഞ്ഞിരുന്നു, ഞാൻ ഏതോ റഹ്മാന്റെ ലൊക്കേഷൻ ചെന്നപ്പോ ഭാവന ചേച്ചിനെ പണ്ട് കണ്ടിരുന്നു. ഞാൻ എന്തായാലും സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ് ചേച്ചി. സന്തോഷം. അപ്പൊ ഭാവന ചേച്ചി തിരിച്ചു വന്നിരിക്കുന്ന ഒരു മൂവി മറ്റുള്ള സിനിമകൾ കൊള്ളില്ലെന്നല്ല, പണ്ട് ഹണീബിക്ക് ശേഷം ഭാവനയുടെ ചെയ്തായിരുന്നു. ഷറഫുവിന്റെ കൂടെ 1-2 പടം ചെയ്തില്ലായിരുന്നു ഈ ഇടയ്ക്ക്. ഷറഫുദ്ദീന്റെ കൂടെ ഒരു പടം വന്നായിരുന്നു, അത് അത്ര പോരാ, എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പൊ ആ മൂവി എല്ലാം വന്നു കഴിഞ്ഞപ്പോഴാണ് ഈ നടികറിൽ നല്ല ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അതിൽ ചെയ്തിരിക്കുന്ന കുറെ കാര്യങ്ങൾ, അതിലെ കഥാപാത്രം എന്ന് പറയുമ്പോൾ നടിയായിട്ട് തന്നെയാണ് അഭിനയിച്ചിരിക്കുന്നത്. അപ്പൊ നടിയായിട്ട് അഭിനയിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ റിയൽ ലൈഫിലേക്ക് വരുമ്പോൾ നല്ല രീതിയിൽ അഭിനയിക്കുമല്ലോ. പിന്നെ അതുപോലെ തന്നെ കുറച്ച് കുഞ്ഞു ആർട്ടിസ്റ്റുകൾ അഭിനയിച്ചിട്ടുണ്ട്. നമ്മുടെ ബിജുക്കുട്ടന്റെ അനിയൻ ബൈജുക്കുട്ടൻ. കഴിഞ്ഞ ദിവസം അമൃത ടിവിയുടെ പരിപാടിക്ക് അതന്നെ ബൈജുക്കുട്ടൻ കോളനി എന്ന സിനിമയില് എന്റെ കൂട്ടുകാരനായിട്ടാണ് അഭിനയിച്ചിരിക്കുന്നത് പുള്ളി. അത് കോളനി സിനിമയില് അതിനാടിന്റെ പടമല്ലേ കോളനി. പിന്നെ സുരേഷ് കൃഷ്ണയും ബാലു വർഗീസൊക്കെ കട്ടക്ക് ടൊവിനോ തോമസിനോട് നിപ്പുണ്ട് എപ്പോഴും ബോളിയാടായിട്ടും. പിന്നെ വേറെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് മഞ്ഞുമൽ ബോയ്സിന് ശേഷം 2 പേര് 3 പേര്, ഗണപതി, ചന്തു, പിന്നെ നമ്മുടെ മഞ്ഞുമൽ ബോയ്സ് എന്ന് പറയണ്ട, ഗണപതി പണ്ടേ ഉണ്ട്. വിനോദയാത്ര മുതല് മലയാള സിനിമയില് നിൽക്കുന്ന ആളാണ്. ഗണപതി ആണെങ്കിലും ബാലു ആണെങ്കിലും ഞാൻ പറയാം, ഗണപതി മഞ്ഞുമൽ ബോയ്സ് കഴിഞ്ഞ് മറ്റേ നമ്മുടെ ചന്തുനാഥ് വന്നെന്ന് പറയാം. ചന്തുനാഥ് ആ മഞ്ഞുമൽ ബോയ്സിലൂടെയാണ് വന്നത്. ചന്തുനാഥ് ഈ സിനിമയിലും ഉണ്ട്. സൗബിനിക്ക ഒരു ആക്ടിംഗ് ട്രെയിനറായിട്ട് നന്നായിട്ട് അഭിനയിക്കുന്നുണ്ട്. പിന്നെ ഇതില് കാരവാനിൽ നടക്കുന്ന നല്ല രീതിയിലുള്ള ഈ സ്ക്രിപ്റ്റ് വായിക്കലൊക്കെ കാണിക്കുന്നുണ്ട്. സിനിമയിൽ എന്താണ് ഈ ജാട കാണിക്കുന്ന എന്താണ് അതെല്ലാം കാണിക്കുന്നത്. സാധാരണ ഞാൻ കാരവാൻ നേരിട്ട് കണ്ടിട്ടില്ലെങ്കിൽ പോലും വീഡിയോ ഇപ്പം കണ്ടുണ്ടായില്ല. ഞാൻ കേറാനുള്ള ഒരു ഭാഗ്യം എനിക്കുണ്ടായിട്ടുണ്ട്. കോളനി മൂവിയുടെ ഒരു സെറ്റിൽ വെച്ച് അന്ന് പാഷാണ ഷാജി പോലത്തെ ആർട്ടിസ്റ്റുകളൊക്കെ ഉണ്ടായിരുന്നു, മോളി കണ്ണമാലി ചേച്ചി, അങ്ങനെ വലിയ ആർട്ടിസ്റ്റുകൾ വന്നപ്പോൾ കാരവാൻ ഉണ്ടായിരുന്നു. 2 ദിവസം ഉണ്ടായിരുന്നു. അല്ല, എനിക്ക് കേറാനുള്ള ഭാഗ്യം ഉണ്ടായി. ഞാൻ അവിടെ അല്ല, അവര് വലിയ ആർട്ടിസ്റ്റുകളായിരുന്നു അതിനകത്ത്. എങ്കിലും നമുക്ക് ചെറുതായിട്ട് മേക്കപ്പ് ചെയ്യുന്ന സമയത്ത് ഞാൻ ആണ്. പക്ഷെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നോക്കണം, അവരൊക്കെ വലിയ ആർട്ടിസ്റ്റുകളാണോടാ. ഈ പാഷാണം അതുപോലെ മോളി ചേച്ചിയിലെ ആർട്ടിസ്റ്റുകളാണല്ലോ. അപ്പൊ നമുക്ക് ആ കാരവാൻ ഇല്ല, കാരവാൻ കൊടുത്തിരുന്നു, 2 ദിവസം കൊടുത്തായിരുന്നു ആർട്ടിസ്റ്റുകൾക്ക്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഇവിടെ എല്ലാ സൗകര്യവും നോക്കണം. അവിടെ അടുത്ത് വീടുകളൊന്നുമില്ല. ഇപ്പൊ അവർക്കൊന്ന് ബാത്റൂമിൽ പോകണമെങ്കിലും എല്ലാ കാര്യങ്ങളും അവർക്ക് പ്രൈവസി കാര്യങ്ങളെല്ലാം കാരവാൻ തന്നെ വേണം. കോളനി അത്ര വലിയ സിനിമയാണ്, സിനിമയല്ല. കാരണം കുറച്ച് നാള് പുള്ളി ആ പൈസ മുടക്കിയായിരുന്നു. ഈ കാരവാനൊക്കെ വരുമ്പോ വലിയ ബഡ്ജറ്റ് ആവൂല്ലേ? 30-20 ബഡ്ജറ്റ് വരും. ലക്ഷമല്ല, 20,000 30,000 ഒക്കെ വരും കാരവാൻ വരും. അപ്പൊ ഞാൻ കേറിയെന്നാണ് പറയുമ്പോ, നീ കേറില്ല എന്ന് പറഞ്ഞാൽ എനിക്ക് കയറാനുള്ള ഭാഗ്യം ഉണ്ടായി. എന്റെ സുഹൃത്ത് എന്റെ ഒരു വീഡിയോ എടുത്തിട്ട് ഫേസ്ബുക്കിൽ ഇട്ടായിരുന്നു. സുമേഷ് ഗുഡ്ലക്ക്, എന്റെ കൂടെ മിമിക്രി ചെയ്യുന്ന സുമേഷ് ഗുഡ്ലക്ക് ഇല്ല, അതൊരു വീഡിയോ എടുത്തിട്ട്. അപ്പൊ ഒരു ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. കേറാൻ ഇനിയും ഭാഗ്യം ഉണ്ടാവുന്ന എനിക്ക് അറിയില്ല. എന്തായാലും പക്ഷെ മമ്മൂക്കായൊക്കെ ഉപയോഗിക്കണ വലിയ സെറ്റപ്പ് ഒന്നും അല്ല കേട്ടോ, ഒരു ചെറിയ സംഭവം, ഇത്രേ ഉള്ളൂ. എന്തായാലും ഈ സിനിമ തുറന്നു കാണിച്ചിരിക്കുന്ന സിനിമയ്ക്കുള്ള ഒരു സിനിമയാണ് തുറന്നു കാണിച്ചത്. പിന്നെ അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ പാട്ടുകളാണെങ്കിൽ അതിമനോഹരമായ ഗാനങ്ങളാണ് എല്ലാം. ഇന്നത്തെ കാലത്ത് എന്ന് പറഞ്ഞാൽ പാട്ടുകൾക്ക് ഒരു പ്രത്യേകത കൊടുത്തിരിക്കുകയാണ്. നല്ല രസമുള്ള ഗാനങ്ങളാണ്. ഫൈറ്റ് എങ്ങനെയുണ്ട്? ബാത്റൂം ഫൈറ്റ് അടിപൊളിയാണ്. ബാത്റൂം ഫൈറ്റ് കാരണം നമ്മൾ സാധാരണ വിജയുടെ പടത്തിൽ മാത്രമേ ബാത്റൂം ഫൈറ്റ് കണ്ടിട്ടുള്ളൂ. ബാത്റൂമില്ല എന്താണ് യൂറിനറി ടാങ്ക് തല്ലിപ്പൊള്ളിക്കണതൊക്കെ അടിപൊളി. ചില്ലൊക്കെ ശരിക്കും തകർന്നു പോകണം, നമുക്ക് നല്ല ഫീൽ ചെയ്യുന്ന സ്റ്റണ്ടാണ്. അടിപൊളിയാണ്. ഫൈറ്റ് ഒക്കെ ഗംഭീരമാണ്. നല്ല ഫൈറ്റ് ആണെങ്കിലും റൊമാൻസ് സീക്വൻസ് ആണെങ്കിലും ടൊവിനോന്റെ ലിപ് ലോക്ക് സീക്വൻസ് ആണെങ്കിലും അത് അതിമനോഹരമായിട്ടുള്ള സംഭവങ്ങളാണ്. പിന്നെ തിയേറ്റർ മറ്റൊരു കോളേജിൽ നിന്ന് ടൊവിനോനെ എടുത്തിട്ട് പോകണം, തലയില് എത്തിക്കൊണ്ട് പോകണ സീക്വൻസ് ഉണ്ട്, ഇങ്ങനെ പൊക്കിക്കൊണ്ട് പോകണം. അതൊക്കെ അടിപൊളിയാണ്. പിന്നെ ഇതില് പറയേണ്ടത് നല്ലൊരു യൂത്തിന്റെ ഒരു പ്രതീകമായി ഇതിലൊരു നെഗറ്റീവ് സംഭവം ഉണ്ട്. കാരണം നടന്മാരെ എല്ലാ ഇനാഗ്രേഷനും വിളിക്കും കോളേജിലേക്ക്. അപ്പോള് നടന്മാരെ ഭയങ്കര പൊക്കിയാണ് ആൾക്കാർ പറയുന്നത്. ഇത് ആക്ടർ ആണെന്നൊക്കെ പറയും. എന്നിട്ട് ഇതിലൊരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട്, ഇത് ഈ ഡേവിഡ് പണിക്കർ എന്ന കഥാപാത്രത്തിന്റെ ഏത് സിനിമയാണ് ഇഷ്ടം ചോദിക്കുന്നുണ്ട്. അപ്പൊ അന്തം വിട്ടിരിക്കുന്നു. അങ്ങനെ കുറെ സീൻസ് ഉണ്ട്. അപ്പൊ അത് റിയൽ ലൈഫിൽ പല നടന്മാർക്കും സംഭവിച്ചു. ഇപ്പോഴത്തെ യുവാക്കൾക്ക് നടന്നു പോകുന്ന സംഭവങ്ങളാണ്. വേറെ കാര്യമുണ്ട് ഇതിനകത്ത് പ്രത്യേകം പറയണ്ട. പെരേരയ്ക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. പെരേര ജൂനിയർ സപ്പോർട്ടിംഗ് ആർട്ടിസ്റ്റ് ആയിട്ട് വന്നൊരു കലാകാരൻ, സിനിമയിലൊക്കെ സപ്പോർട്ടിംഗ് ആയിട്ട്. ഞാനും 1-2 സിനിമകളിൽ പോയിട്ടുണ്ട്. അപ്പൊ അതിലും ചെറുതായിട്ട് നിൽക്കാൻ സാധിച്ചിട്ടുണ്ട്. അപ്പൊ ഒരു കാര്യം ഞാൻ തുറന്നു പറയുകയാണ്, ഈ ടൊവിനോ എങ്ങനെ വന്ന ആളാണെന്നറിയോ?
ടൊവിനോ ഇതുപോലെ സപ്പോർട്ടിങ് ആർട്ടിസ്റ്റ് ആയിട്ട് വന്നായിരുന്നു. അറിയില്ല. 1-2 മൂവിയിൽ വന്നായിരുന്നു. പിന്നെ ഷോർട്ട് ഫിലിം ചെയ്തിട്ടുണ്ട്. ഇത് പറയാൻ കാരണം അദ്ദേഹം കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഈ സിനിമ ഫീൽഡിലേക്ക് വേണ്ടി കഷ്ടപ്പെട്ടിട്ടുണ്ട്. കാരണം ഇത് കഴിഞ്ഞിട്ട് പുള്ളിക്ക് 1-2 സിനിമ കിട്ടിയായിരുന്നു. ഒന്ന് ശ്രീനിവാസൻ ചേട്ടനും ഒക്കെ ഒരു ഗ്യാങ് ആയിട്ട് അഭിനയിച്ചൊരു മൂവി ചെയ്തു. പിന്നെ അതുപോലെ തന്നെ എന്താ പറയാ ലാലേട്ടന്റെ ഒരു പടം ഉണ്ടായിരുന്നല്ലോ, പ്രഭുവിന്റെ മക്കളും ആദ്യം വന്നു. അങ്ങനെ 1-2 പടങ്ങളിലെ പുള്ളി വന്നു. അത് കഴിഞ്ഞിട്ടാണ് കയറിയത്. പിന്നെ യൂട്യൂബ് യൂട്യൂബ് അതില് അങ്ങനെയുള്ള സിനിമകൾ പുള്ളി കയറി വന്ന്. അതിനു മുമ്പ് പുള്ളി ഷോർട്ട് ഫിലിംസ് ആൽബങ്ങളൊക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. പുള്ളിയുടെ ഇന്റർവ്യൂലൊക്കെ പറഞ്ഞിട്ടുണ്ട്. കാരണം ജോഷി ചേട്ടൻ അതായിരുന്നു സപ്പോർട്ടിങ് ആർട്ടിസ്റ്റ്. കോടികൾ വരുന്ന ഒരു ബിസിനസ്സുകാരനായി ഇപ്പൊ സിനിമയില്. പിന്നെ ABCD ആണ് പുള്ളിക്ക് ഒരു മാറ്റം ഉണ്ടായിരുന്നു. ABCDയിലെ ക്യാരക്ടർ നല്ല ക്യാരക്ടറാ. കൂതരയും യൂട്യൂബ് ഒക്കെ വെച്ച് നോക്കുമ്പോൾ ABCD ക്യാരക്ടർ നല്ല മികച്ചാണ്. അതിലൂടെയൊക്കെയാണ് പുള്ളി കയറി വന്നത്. ഒരു ഇതാണ് തനി രാഷ്ട്രീയക്കാരന്റെ സ്വഭാവം കാണിച്ചത്. ABCDയില് തട്ടുകടയിൽ ഭക്ഷണം കഴിച്ചിട്ട് അപ്പൊ ഛർദ്ദിച്ചു കളയുക. പുള്ളി അതിനകത്ത് പറയുന്നുണ്ട്, അദ്ദേഹം പറയുന്നുണ്ട് സിനിമയില്, ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടു വന്നിട്ട് കാരണം ശ്രമിച്ചു കയറി വന്നത്. അത് ശരിക്കും സത്യമാണ്. ഞാൻ അതുകൊണ്ടാണ് ഇത് പറഞ്ഞത്. സപ്പോർട്ടിങ് ആർട്ടിസ്റ്റ് ആയിട്ട് കയറി വന്ന ഒരാളാന്ന് പറയാൻ കാരണം ഒരുപാട് കഷ്ടപ്പെടണ്ട മൂവിക്ക് വേണ്ടി. നമ്മള് മാറ്റങ്ങൾ വന്നല്ലോ ഇപ്പൊ സപ്പോർട്ടിങ് ആർട്ടിസ്റ്റ്. സിനിമയിലൊന്നും ഇല്ല, കാരണം സിനിമയായിട്ട് ബന്ധമൊന്നുമില്ല. പക്ഷെ പുള്ളിയുടെ കഴിവ് കൊണ്ട് നമ്മളിപ്പോ റിവ്യൂല് വന്നിട്ടുണ്ട്. ഇപ്പൊ 2-3 സിനിമകൾ ചർച്ച ചെയ്യുന്നുണ്ട്. ഒക്കെ നടക്കുമ്പോ അതിനെ പറ്റി നമുക്ക് ആലോചിക്കാം. എന്തായാലും ഇത് നടികർ സിനിമയെ പറ്റി പറയുമ്പോൾ ഇതൊരു ആക്ടിങ് ക്ലാസ് ആണ്. ഒരു നടനാകണമെങ്കിൽ പഠിച്ചിട്ട് കാര്യമില്ല. ആക്ടിങ് പഠിക്കാൻ പറ്റത്തില്ല. ആക്ടിങ് നമ്മള് സോഷ്യലി ഇറങ്ങി ചെന്ന് സമൂഹത്തിലോട് ഇടപെട്ടിട്ട് അത് പഠിക്കാൻ പറ്റും. ലാൽ ജൂനിയർ നല്ല പക്വതയാർന്ന ഡയറക്ടറാ. കാരണം നമ്മള് മഞ്ഞുമല്ല അഭിനയിച്ചിരുന്ന നല്ല രീതിയിൽ ക്ലീൻ ഷേവ് ഒക്കെ ചെയ്ത് അഭിനയിച്ച. പിന്നെ നമ്മുടെ ഡ്രൈവിംഗ് ലൈസൻസിലും ഹണി ബീ 2 ശേഷം മികച്ചൊരു വർക്കാണ് ഈ പറഞ്ഞ നടികർ എന്ന സിനിമ. ഒരു കളർഫുൾ മാസ് ഫീൽ ഗുഡ് റൊമാൻറ്റിക് എന്റർടൈൻമെന്റ് ഉപരി ഒരു സിനിമക്കുള്ളിലെ സിനിമ. മധുബാലേട്ടൻ ഡയറക്ടറായിട്ട് അഭിനയിച്ചു. രഞ്ജിത്ത് ഏട്ടൻ അഭിനയിച്ചു. പിന്നെ ഷൈൻ ടോൺ ചാക്കോ ഗസ്റ്റ് അപ്പിയറൻസ് വന്നിരുന്നു. ചെയ്തു. ആർട്ടിസ്റ്റുകളുണ്ട്, ഇഷ്ടംപോലെ ആർട്ടിസ്റ്റുകൾ ഇതിനകത്ത് അഭിനയിച്ചിട്ടുണ്ട്. സപ്പോർട്ടിംഗ് ആയിട്ട് ഒരുപാട് പേര് അഭിനയിച്ചിട്ടുണ്ട്. കാരണം ഒരുപാട് താരമൂല്യമുള്ള ഒരു സിനിമയാണ്. പിന്നെ മറ്റേ ഭാവനയുടെ അസിസ്റ്റന്റ് ആയിട്ട് ഒരാൾ വന്നിട്ടുണ്ടല്ലോ, അറിയോ? ആർട്ടിസ്റ്റ് അല്ലേ, നടിയല്ലേ ഇത്? ഇന്ദ്രൻസ് ഒരു ചെറിയ ഗസ്റ്റ്. പാർവതി ചേച്ചി, പാർവതി ചേച്ചിക്കൊക്കെ ഡയലോഗ് ഇല്ല എങ്കിലും ഷൂട്ടിങ്ങിന്റെ ഭാഗം കാണിക്കുമ്പോൾ. പിന്നെ അബു സലീം മാഫിയ ശശി ചേട്ടൻ, അങ്ങനെ കുറെ പേരെ കാണിക്കും. അതൊരു ഫൈറ്റിന്റെ കണ്ടില്ല. പിന്നെ അബു സലീം കണ്ട് ഡയറക്ടറായിട്ട് അഭിനയിച്ചു. ആ സീനൊക്കെ നല്ല ഫൈറ്റ് ഡയറക്ടർ അതിന്റെ കാണിച്ചു. എന്തായാലും നല്ല ബോഡി ഷേപ്പാണ്, നല്ല ഗ്ലാമർ ചുള്ളനാണ്. എന്തായാലും ടൊവിനോ ഇനി പൊടിക്കും എന്തായാലും പടം. അപ്പൊ ടൊവിനോ തല്ലുമാലക്ക് ശേഷം ഒരു ഹിറ്റ് അടിക്കേണ്ട സിനിമയാണ്. 100 കോടി ക്ലബിൽ കയറേണ്ട സിനിമ. വിജയമായിരുന്നു. ആ പോലീസ് കണ്ടെത്തിന് എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടുവെങ്കിലും അത്ര സുഖിച്ചില്ല. പടം ഓടി അത്ര സുഖിച്ചില്ല. സസ്പെൻസ്, അത് പുള്ളിയുടെ ക്യാരക്ടർ അല്ല. ടൊവിനോക്ക് ഇതുപോലത്തെ ക്യാരക്ടർ നല്ലത്. മറ്റത് ഓടി എങ്കിലും എന്നെ പോലത്തെ യുവാക്കൾക്ക് തീർച്ചയായിട്ടും കാണാൻ പറ്റുന്ന പടം. എല്ലാ വേഷങ്ങളും ചെയ്യണം. പ്രത്യേകിച്ച് യുവതികൾക്കും യുവാക്കൾക്കും ആയിട്ട് ഹരം കൊളിക്കുന്ന തരത്തിലുള്ള ക്യാരക്ടർ ചെയ്യണം. അപ്പൊ സിനിമക്കുള്ളിലെ നടന്റെ അപ്പിയറൻസും നടന്റെ ഒരു ഇംപ്രൂവ്മെന്റ്സും കാണിക്കുമ്പോൾ കുറച്ചുകൂടി നല്ലതായിരിക്കും. എന്തായാലും നല്ലൊരു മൂവി കാണാൻ സാധിച്ചു എന്ന് പറയാം. നടികർ ഒരുപാട് പ്രതീക്ഷയോട്. പച്ചക്കുതിര നമ്മുടെ ദിലീപേട്ടന്റെ പടമായിരുന്നു. പച്ചക്കുതിരയ്ക്കും നമ്മുടെ ഉദയനതാരം എന്നീ സിനിമയ്ക്കൊക്കെ ശേഷം ഒരു നല്ലൊരു സിനിമക്കുള്ളിലെ സിനിമ. എന്താണ് സിനിമ എന്ന് പഠിക്കാൻ താല്പര്യമുള്ള യുവതിയുവാക്കൾക്ക് തീർച്ചയായിട്ടും സിനിമ മനസ്സിലാക്കാൻ പറ്റും. ഈ ഇങ്ങനത്തെ ടൈപ്പ് ഓഫ് സിനിമ കാണുമ്പോൾ അഭിനയം പഠിക്കാൻ പറ്റും. സിനിമ എന്താണെന്നും സിനിമാക്കാരൻ എന്താണെന്നും അവരോട് അടുത്ത് കൂടുമ്പോൾ എന്ത് സംഭവിക്കും എന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റും. ഇന്നലെ ടൊവിനോ സിനിമ കാണാൻ വന്നിരുന്നു. അതും വലിയൊരു സന്തോഷമുള്ള നിമിഷമായിരുന്നു. ഭയങ്കര ആരാധകർ കൂടി കാണാൻ പറ്റില്ല. ഒരുപാട് അടുത്തേക്ക് പോയി കാണാൻ പറ്റില്ല, ദൂരെ നിന്ന് കണ്ടു. അല്ല, എല്ലാവരും നല്ല കൂളായിട്ട് ഇടപെട്ടാണ് അദ്ദേഹം പോയത്. കാരണം പിന്നെ ഒരുപാട് ക്രൗഡ് ഉണ്ടായിരുന്നു. എല്ലാവരും ഫോട്ടോ ഒക്കെ എടുത്തിട്ടാണ് പോയത്. എന്തായാലും നാടൻ വേഷത്തിലാണ് അദ്ദേഹം വന്നത്. എന്തായാലും സന്തോഷം. ആർട്ടിസ്റ്റുകളോടൊപ്പം ഷാബിൻ സാഹിറിന്റെ വൈഫായിട്ട് ഫോട്ടോ എടുത്തു. അതന്നെ സോബിനിക്കയുടെ ഫാമിലി വന്നിട്ടുണ്ടായിരുന്നു. സോബിനിക്ക് എന്തോ ഷൂട്ടിലാണെന്ന് തോന്നുന്നു. പിന്നെ ചന്തു വന്നിട്ടുണ്ടായിരുന്നു. സലിംകുമേട്ടന്റെ മോനുണ്ടായിരുന്നു. പിന്നെ കുറെ ആർട്ടിസ്റ്റുകൾ ഉണ്ടായിരുന്നു. പിന്നെ കുറെ പേര് ഷൂട്ടിലായിരിക്കും. പിന്നെ ഇന്ന് ജയറാമേട്ടന്റെ മോളുടെ കല്യാണമാണ്. അപ്പൊ ജയറാമേട്ടന്റെ മോൾക്ക് വിവാഹാശംസകൾ നേരുന്നു.
അതന്നെ ഈ അവസരത്തിലല്ലേ ഈ അവസരത്തിൽ ഓണത്തിനിടയ്ക്ക് കൂട്ടുവെച്ചോളൂ. എന്തായാലും കൊള്ളാം, എന്തായാലും സന്തോഷം. എന്തായാലും ജയറാമേട്ടാ ബിഗ് ഫാനാണ്. അപ്പൊ ജയറാമേട്ടനും ഫാമിലിക്കും എല്ലാവിധ വെഡിങ് വിഷസ് ചേർന്നു. ഡോക്ടറുടെ വെഡിങ് വിഷസ് നേരുന്നു. ഇപ്പൊ എല്ലാ ആർട്ടിസ്റ്റുകളും ഇപ്പൊ ജയറാമേട്ടന്റെ വീട്ടിലായിരിക്കും. മിമിക്രിയോട് വന്ന ഉയരങ്ങൾ കീഴടക്കിയ ആളാണ് ജയറാമേട്ടൻ. ഇന്നിപ്പോ രാവിലെ വെളുപ്പിന് ഗുരുവായൂർ വെച്ചായിരുന്നു മംഗല്യം. അപ്പൊ നല്ലൊരു മംഗല്യം ഉണ്ടാകട്ടെ, ജീവിതം ഉണ്ടാകട്ടെ. ഹണീബി അല്ലായിരുന്നു നമ്മളുടെ ഫസ്റ്റ് മൂവി. ഹണീബി 2, ഹണീബി ഇതൊക്കെയല്ല ലാൽ ജൂനിയറിന്റെ പടങ്ങള്. ഹണീബി 2, പിന്നെ ഡ്രൈവിംഗ് ലൈസൻസ്, അത് നല്ലൊരു സിനിമയായിരുന്നു. പൃഥ്വിരാജിന്റെ, പിന്നെ അതുപോലെ സുരാജ് കണ്ടയിലെ മത്സരിച്ച്, പിന്നെ ഹി ഐ ആം ടോണി പടം. അത് പൊയ്യോ, അത് ഭയാനകമായ ഒരു മൂവിയായിരുന്നു. ലാൽ സാറ് ശരി മുട്ടയൊക്കെ അടിച്ച് നമുക്ക് അടിച്ച് പൊളിച്ചൊക്കെ വേറെ അല്ലേ, ഒരുപാട് ഒരു ഫ്ലാറ്റിൽ നടക്കുന്ന സംഭവം. എന്തായാലും ഇനി നല്ല നല്ല സിനിമകൾ വരട്ടെ ലാലേട്ടാ, ലാൽ ജൂനിയർ ചേട്ടാ. സന്തോഷം എന്തായാലും. അപ്പൊ ലാൽ ജൂനിയർ ചേട്ടൻ മികച്ചതായിട്ട് ഡയറക്ട് ചെയ്തിട്ടുണ്ട്. ടൊവിനോന്റെ, ബാലു വർഗീസിന്റെ ഒരു മത്സര അഭിനയം തന്നെ പറയാം. സൗബിനിക്കാണെങ്കിലും ചന്തുവേട്ടനാണെങ്കിലും പൊളിച്ചടുക്കിയിട്ടുണ്ട്. ഒരു യൂത്തിന് ധൈര്യമായിട്ട് കാണാൻ പറ്റിയ, ടിക്കറ്റ് കാണാൻ പറ്റിയ മികച്ചൊരു പടം ആണ് നടികൾ. എന്തായാലും പടം പൊളിയാണ്. എന്തായാലും ഇനിയും നല്ല നല്ല സിനിമകൾ ചെയ്യാൻ സാധിക്കട്ടെ ലാൽ ജൂനിയർ. അതുപോലെ ഇതുപോലത്തെ സിനിമകൾ ഇനിയും ലാൽ ജൂനിയർ ചെയ്യാൻ സാധിക്കട്ടെ. ടൊവിനോ ഇതുപോലത്തെ സിനിമകൾ ചെയ്യണം. യൂത്തിന് വേണ്ടി ഇതുപോലത്തെ എന്റർടൈൻമെന്റ് സിനിമയാണ് ചെയ്യേണ്ടത്. ഓക്കെ.